ഫസ്റ്റ് ഒന്നായിട്ടൊരു മല ഒന്നായിട്ട് വരുന്ന ഭയങ്കര സൗണ്ടിലാണ് ഒലിച്ചു വരുന്നത്. അപ്പം പുഴ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പുറത്തെ പുഴ ദിശ മാറിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പൊട്ട് വന്നപ്പോഴാണ് ദിശ മാറിയിട്ട് സ്കൂൾ റോഡിൻ്റെ ഭാഗത്തേക്ക് പിന്നെ പുഴയായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കുറേ കുടുംബങ്ങൾ ഔസേപ്പത്തിൻ്റെ വീട്ടിലേക്ക് കയറി അതിൽ പിന്നെ നിന്നു. പിന്നെ രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ നിന്ന റൂമിലേക്ക് വെള്ളം ഇരച്ച് കയറി. അതിൽ 3 ഭാഗത്തെ ആളുണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗത്തെ ആൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ സേഫ്റ്റിയായിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അഭയം നിന്നവരാണ് അവർ. അതിനൊരു വിഷമമുണ്ട്. അവരെ കണ്ടിട്ടില്ല. 4-5 ആളായിട്ടുണ്ടായിരുന്നു. ഔസേപ്പത്തിൻ്റെ വീട്ടിൽ അഭയം തേടിയ വീട്ടിൽ ഒന്ന് ഔസേപ്പത്തിൻ്റെ മരുമോളാണ്. പിന്നെ ശ്രീനേട്ടൻ്റെ മോന് ശ്രീലേഷ്, പിന്നെ ഒന്ന് ഗീത ഉണ്ട്, പിന്നെ ഗീതേൻ്റെ അമ്മയും. അവരെ കണ്ടിട്ടില്ല. അവിടെ എവിടെ ഉണ്ട് കിട്ടിയൊന്നും അറിയില്ല. എൻ്റെ പേര് വാസു. അതന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവം. ഞങ്ങൾ പിന്നെ എന്താണ് 2 മണിയായി പൊട്ടുമ്പോൾ. 2 മണിക്ക് വന്ന് ഏട്ടനെ വിളിച്ച് ഉണർത്തി വേഗം കുട്ടികളെയും കൂട്ടിയിട്ട് ഞങ്ങൾ ടെറസിൻ്റെ മേലെ കയറി. അവിടെ കയറിയപ്പോൾ പുഴ ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്തു കൂടെയാണ് ഒഴുകുന്നത്. ഞങ്ങളെ വീട് മാത്രമേ ഉള്ളൂ. അപ്പുറത്തു കൂടെ പുഴ ഒഴുകുകയാണ്. എന്ത് ചെയ്യും? ഞങ്ങളവിടെ തന്നെ നിന്ന് ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് ഓടി. അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ അടുത്ത വീട്ടിലും പിന്നെ എന്താണ് അവിടെ സേഫ്റ്റിയാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നതാണ്. പിന്നെ വെള്ളം വന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. പിന്നെ രണ്ടാമത്തെ പൊട്ടലിലാണ് വെള്ളം വന്നപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് 4-5 പേര് അങ്ങോട്ട് മാറിയത്. കുറച്ച് പേര് അങ്ങോട്ട് നിന്ന്, കുറച്ച് പേര് ഇങ്ങോട്ട് നിന്ന് റൂമിലേക്ക്. ഞങ്ങൾ നിന്ന റൂമിലേക്ക് ചളിയും മണ്ണും വന്ന് അടഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സേഫ്റ്റിയായി. മേലെ കയറി കുട്ടികളെ ബർത്തിൻ്റെ മേലെ കയറ്റിയിട്ട് അവിടെ നിന്ന് പിടിച്ചു നിന്നു. ഞാൻ മണ്ണിൻ്റെ അടിക്ക് പോയി, ഒരുവിധം പോയി. പിന്നെ ഇവരൊക്കെ കൂടി എന്നെ വലിച്ചു കയറ്റി പിടിച്ചു നിന്ന് ഞങ്ങളവിടെ ചളിയിൽ അങ്ങോട്ട് നിന്നു. ചളി വന്ന് അടഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വെള്ളം ദിശ മാറിയിട്ട് അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടതാണ്. പിന്നെ പ്രവർത്തകർ വന്ന് അവിടെ ഞങ്ങളെ ഇറക്കി കൊണ്ടുവന്ന ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടാണ് പൊട്ടിയത്. ഇവിടെ വലിച്ചു കയറ്റുന്ന സമയത്ത് എവിടെയൊന്നും ചവിട്ടിയപ്പോൾ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ വലിച്ചു കയറ്റിയതാണ്. അല്ലെങ്കിൽ ഞാനും ഏട്ടനും പോയിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടാളും വെള്ളത്തിൻ്റെ അടുത്തെത്തി. വെള്ളം അങ്ങനെ വന്ന് വാതിലിനാണ് ഞാനും. അപ്പോൾ കല്ലോ മരോ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇത് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ആ ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. നോക്കി നിൽക്കും. ഞാനാണ് ഈ വരുന്നത് നോക്കി നിൽക്കുന്നത്. അത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരും ഒന്നും ചെയ്യാനും കഴിയില്ല, ആർക്കും രക്ഷപ്പെടാനും കഴിയില്ല. ദൈവം ഒരുത്തം.